നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 11 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇവി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. കോടതി സംബന്ധമായ കേസുകളിൽ തിരിച്ചടികൾ നേരിട്ടേക്കാം. തൊഴിലിടങ്ങളിൽ ജോലിഭാരം കൂടാനും സഹപ്രവർത്തകരുടെ ചുമതലകൾ കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരാനും സാഹചര്യമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും. ലഭിക്കുന്ന പുതിയ അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന അനുകൂലമായ ദിവസമാണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പുണ്യതീർത്ഥ യാത്രകൾക്കും വിദേശയാത്രകൾക്കും യോഗമുണ്ട്. ഈശ്വര വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള താൽപര്യവും വർദ്ധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തിലും ബന്ധുക്കൾക്കിടയിലും വലിയ അംഗീകാരം തേടിയെത്തും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തർക്കങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് വലിയ ലാഭത്തിന് കാരണമാകും. പൂർവിക സ്വത്തുക്കൾ രേഖാപരമായി കൈവന്നു ചേരും. സാമ്പത്തിക ഇടപാടുകളിലും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതിലും അതീവ ജാഗ്രത പാലിക്കണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിതമായ ആപത്തുകൾക്കോ രോഗങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കായി സമയം മാറ്റിവെക്കേണ്ടി വരും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അഗ്നി കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ സന്തോഷവും സൗഖ്യവും നിറയുന്ന ദിവസമാണിത്. സമൂഹത്തിൽ പ്രതാപവും ബഹുമാനവും വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ സഹായത്താൽ പല കാര്യങ്ങളും എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ കഴിയും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങളോടുള്ള താല്പര്യം നിയന്ത്രിക്കണം. യാത്രകളിൽ അതീവ ജാഗ്രത വേണം. കുടുംബത്തിൽ അസ്വസ്ഥതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ അലട്ടിയേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദീർഘകാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക മാന്ദ്യം മാറി പുരോഗതി ദൃശ്യമാകും. കുടുംബാംഗങ്ങളോടൊപ്പം വിദേശത്ത് താമസിക്കാൻ അവസരം ഒരുങ്ങും. ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പലവിധ തൊഴിലുകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഭൂമി നഷ്ടത്തിനോ മംഗളകർമ്മങ്ങളിൽ തടസ്സങ്ങൾക്കോ സാധ്യത കാണുന്നു. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ അത് ദോഷകരമായി ബാധിച്ചേക്കാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ ശ്രദ്ധിക്കണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വളരെ കാലമായി ലഭിക്കാതിരുന്ന കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ സന്ദർശനത്തിനും വിനോദയാത്രകൾക്കും യോഗമുണ്ട്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. തൊഴിൽ ബിസിനസ് മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും. പേരും പ്രശസ്തിയും വർദ്ധിക്കാനും പൊതുജനങ്ങളിൽ നിന്ന് ആദരവ് ലഭിക്കാനും ഈ ദിവസം കാരണമാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പ്രവർത്തനങ്ങളിൽ മന്ദത അനുഭവപ്പെടാൻ ഇടയുണ്ട്. നല്ലത് ചെയ്താലും തിരികെ ദോഷാനുഭവങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. വാദം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം. ഈശ്വരാധീനം വർദ്ധിക്കാൻ പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി. 9746812212.